ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് വളരെ ബുദ്ധിമാനും ദയാലുവുമായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. രാജ്യകാര്യങ്ങളുടെ തിരക്കിനിടയിലും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനും ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ഒരു പ്രഭാതത്തിൽ മനസ്സ് ശാന്തമാക്കി കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഉച്ചത്തിലുള്ള ശബ്ദം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവരെ കൊന്നുകളയോ, അവരെ കൊള്ളയടിക്കോ, ഓടിപ്പോവൂ, ഇതായിരുന്നു ആ ശബ്ദം. രാജാവ് ഞെട്ടിപ്പോയി. ചുറ്റും നോക്കിയപ്പോൾ ആ ക്രൂരമായ വാക്കുകൾ കേൾപ്പിച്ചത് ഒരു വലിയ മരത്തിലിരുന്ന ഒരു തത്തയായിരുന്നു. അത് വീണ്ടും ആക്രോശിച്ചു ആ ശബ്ദം പുറപ്പെടുവിച്ചു. കൊള്ളയടിക്കൂ, ആക്രമിക്കൂ, എല്ലാം എടുക്കൂ. തത്തകൾ സാധാരണമായി മധുരതരമായ വാക്കുകളല്ലേ പറയാറ്. എന്നാൽ ഇതെന്തു ക്രൂരത എന്ന ചിന്തയിൽ കുഴഞ്ഞ മനസ്സോടെ അദ്ദേഹം യാത്ര തുടർന്നു. യാത്രക്കിടയിൽ രാജാവ് ശാന്തമായ ഒരു ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ കവാടത്തിലിരുന്ന മറ്റൊരു തത്ത മൃദുവായ ശബ്ദത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. സ്വാഗതം മഹാരാജാവേ, നമ്മുടെ പുണ്യസ്ഥലത്തേക്ക് സ്വാഗതം. ആ വാക്കുകൾ രാജാവിന്റെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറച്ചു. അദ്ദേഹത്തിന് അത്ഭുതമായി തോന്നി. ഈ രണ്ടാമത്തെ തത്തയും ഒന്നാമത്തെ പക്ഷിയെപ്പോലെ തന്നെയിരുന്നു. അതേ നിറം, അതേ രൂപം, അതേ വലിപ്പം. പക്ഷേ വാക്കുകളും മനസ്സും സ്വഭാവവും പൂർണ്ണമായി വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആശ്രമത്തിലെ ഗുരുവിന്റെ അടുത്തെത്തി നടന്ന സംഭവം എല്ലാം വിശദീകരിച്ചിട്ട് ചോദിച്ചു, ഗുരു, ഈ രണ്ട് തത്തകളും ഒരേ തരത്തിലുള്ളവയാണ്. എന്നിട്ടും എങ്ങനെ ഇവരിൽ ഒരാൾ ക്രൂര വർത്തമാനവും മറ്റേ തത്ത സ്നേഹ സംഭാഷണവും നടത്തുന്നത്? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, മഹാരാജാവേ, ഇവ രണ്ട് സഹോദരങ്ങളാണ്. ഒരേ അമ്മയിൽ നിന്ന് ജനിച്ചവരാണ്. എന്നാൽ അവരൊരാൾ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടത്തിലാണ് വളർന്നത്. അതിനാൽ അവൻ അവരുടെ ഭാഷയും പ്രവൃത്തിയും പഠിച്ചു. മറ്റേയാൾ ഈ ശാന്തമായ ആശ്രമത്തിൽ വളർന്നു. ഇവിടെ അവൻ സ്നേഹത്തിന്റെയും ദയയുടെയും സമാധാനത്തിന്റെയും ഭാഷ പഠിച്ചു. ഗുരു കൂട്ടിച്ചേർത്തു, മഹാരാജാവേ, അത് പക്ഷികളുടെ കഥ മാത്രമല്ല, മനുഷ്യരുടെ ജീവിത പാഠവുമാണ്. നമ്മൾ ഇടപെടുന്ന കൂട്ടുകെട്ടുകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ചിന്തയെയും വാക്കുകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നു. ശരിയാണ്, നമ്മുടെ കൂട്ടുകെട്ടുകൾ നല്ല അളവിൽ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു. പോഷന്മാരുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നവൻ വ്യസനിക്കേണ്ടി വരുമെന്ന് സദൃശ്യവാക്യങ്ങൾ 13:20 പറയുന്നു. ജ്ഞാനിയാകാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം. നാവെടുത്താൽ കള്ളം മാത്രം പറയുന്നവരോടും കൂടെ ഇരുത്തിയാൽ അസൂയ മാത്രം പങ്കുവെക്കുന്നവരോടും കൂട്ടുകെട്ടുണ്ടാക്കിയാൽ ജീവിതത്തിൽ വിശുദ്ധി കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധ വേണ്ട ഒന്നാണ് കൂട്ടുകെട്ടുകൾ എന്ന ബോധ്യത്തിൽ നല്ലവരുമായി വിശുദ്ധമായ സൗഹൃദ ബന്ധമുണ്ടാക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പലരും പലതും നിനച്ചിടുമ്പോൾ, വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ, പലരും പലതും നിനച്ചിടുമ്പോൾ, വഴി ചൊല്ലി വിധിച്ചിടുമ്പോൾ, നിജമേറും നൽനിനവുകളാ പരനേതും തൻ തിരുമൊഴിയാ, നിജമേറും നൽനിനവുകളാ പരനേതും തൻ തിരുമൊഴിയാ, മനസ്സിനു സ്വസ്ഥ സമാധാനം ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ, ഇതുപോലൊരു സ്നേഹിതൻ ഉലകിൽ വേറാരുമേ, ഇതുപോലെന്നെ പ്രിയമുള്ളവൻ, ഇതുപോലെന്നെ അറിയുന്നവൻ, ഇതുപോലെന്നെ പ്രിയമുള്ളവൻ, ഇതുപോലെന്നെ അറിയുന്നവൻ, മശിഹായേ നൽ സ്നേഹിതനേ.